നമസ്കാരം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെല്ലേരിയം ആണ്. ഷോ ആപ്ലിക്കേഷൻസ് സ്റ്റെല്ലേരിയം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റെല്ലേരിയം ഇനീഷ്യലൈസ് ആവാണ്, ലോഡ് ആവാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ ലോഡായിരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ടൂൾസ് ഇവിടെ ഹവർ ചെയ്യുമ്പോൾ മാത്രമേ ഓപ്പൺ ആവൂ. അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അങ്ങനെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ലോക്കായിട്ട് നിൽക്കും. ഇവിടെയും അവിടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് കാണാം ഒരുപാട് ഡയറക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സൗത്ത് ഉണ്ട്, സൗത്ത് ഈസ്റ്റ് ഉണ്ട്, സൗത്ത് വെസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, നോർത്ത് വെസ്റ്റ് ഉണ്ട്, നോർത്ത് ഈസ്റ്റ് ഉണ്ട്, പിന്നെ ഈസ്റ്റും അവസാനമായിട്ട്. നമുക്ക് സൂം ഔട്ടും സൂം ഇൻ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് പാതിരാ സൂര്യനെയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൊക്കേഷൻ വിൻഡോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് ലൊക്കേഷൻസ് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് നോർവേ. അപ്പോൾ ഒരുപാട് സ്ഥലം ഉണ്ടാവും, നോർമേൽ എന്തായാലും ഉണ്ടാവും. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ഏറ്റവും ലാസ്റ്റ് സ്ക്രോൾ ചെയ്യാന്ന് വെച്ചാൽ ട്രോംസോ എന്നൊരു സിറ്റി എന്ന് പറയാം. സിറ്റിയിലാണ് നമ്മൾ പോകുന്നത്. ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്, നക്ഷത്രങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ഇങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ ആണ്. അപ്പോൾ നമ്മൾ ഈ 2025 2024 ആക്കാൻ പോവാണ്. ഇനി ഡേറ്റ് എന്ന് വെച്ചാൽ, അതായത് മന്ത് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ജൂൺ ആണ്. ഇനി ഡേറ്റ്, അതായത് ഡേ എടുക്കാൻ പോകുന്നത് ജൂൺ 1-ാം തീയതി. പിന്നെ നമ്മൾ ടൈം എടുക്കാം. ഇത് 0 അപ്പം അങ്ങനെ 000 നമ്മൾ ടൈം വെച്ചു. അപ്പം നമുക്ക് കാണാൻ കഴിയും സൺ അവിടെയാണ്. ഇനി സണ്ണിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് വിൻഡോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നു. ഇനി സണ്ണിന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് കാണാം ഇവിടെ സണ്ണിനെ കുറിച്ചിട്ട് എല്ലാതും കാണാം, എല്ലാ ഡീറ്റെയിൽസും കാണാം. അപ്പോൾ ഇനി നമ്മൾ ഒരു ടൈം ലാപ്സ് പോലെ എടുക്കണം. സണ്ണ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ടൈം ലാപ്സ് എടുക്കണം. അതിനായിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇൻക്രീസ് ടൈം സ്പീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ടൈം സ്പീഡ് കുറച്ചൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം പതിയെ സൂര്യൻ മൂവ് ചെയ്യുന്നത്. ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ നല്ല സ്പീഡിൽ പോകുന്ന കാണാം. കണ്ടോ? ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടൈം പോസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ റേറ്റിൽ വെക്കാണ് ഇവർ ചെയ്യുന്നത്. ഒരു തവണ കൂടി വെക്കുമ്പോൾ പോസ് ആവും. കണ്ടോ, ടൈം മൂവ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗ്രൗണ്ടിൽ അത് മാറ്റാം. അതിനായിട്ട് വ്യൂ ടാബിൽ പോവുക. അപ്പം നമുക്കിങ്ങനെ സ്കൈ ഇതൊക്കെ എടുക്കാം.
നമ്മൾ എടുക്കാൻ പോകുന്നത് ലാൻഡ്സ്കേപ്പിലാണ്. ലാൻഡ്സ്കേപ്പിൽ വരുമ്പോൾ ഒരുപാട് സ്ഥലം നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ ഗ്യൂറൈൻസ്, അതൊരു ചെറിയ വില്ലേജാണ് ഫ്രാൻസിലുള്ള. പക്ഷേ അത് സ്റ്റെല്ലാരിയം ഉണ്ടാക്കിയ വില്ലേജാണ്. അതായത് സ്റ്റെല്ലാരിയം ഉണ്ടാക്കിയതല്ല, വില്ലേജ്, ഈ ഒരു വില്ലേജിൽ നിന്നുള്ള ആൾക്കാർ സ്റ്റെല്ലാരിയം ഉണ്ടാക്കിയിരിക്കുന്നു. അതാണ്. നമുക്ക് വേണമെങ്കിൽ മാർസ് എടുക്കാം, നെപ്റ്റ്യൂൺ എടുക്കാം, സാറ്റേൺ എടുക്കാം, സൺ എടുക്കാം, ജൂപ്പിറ്ററൊക്കെ എടുക്കാം. ഇങ്ങനത്തെ ലാൻഡ്സ്കേപ്പൊക്കെ എടുക്കാം. പക്ഷെ നമ്മൾ ഡീഫോൾട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റെല്ലാരിയം ക്വിറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. Ctrl+Q അമർത്താം നമുക്ക്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു ബട്ടൺ ഉണ്ട്, നമുക്ക് കാണാം. ഇവിടെ ആയിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഒരു Ctrl+Q എന്നൊരു ഷോർട്ട് കട്ട് കൂടി കാണുന്നുണ്ട്. കൂടാതെ അത് എന്താ ചെയ്യാന്ന്, ഇത് ഒരുപാട് ടൂൾസാണ്. ഇത് വിൻഡോസാണ്. സെർച്ച് വിൻഡോ, കോൺഫിഗറേഷൻ വിൻഡോ, ഇത് ടൂൾസും. അതാണ് സ്റ്റെല്ലാരിയത്തിൻ്റെ ടൂൾസും വിൻഡോസും. ഇനി നമുക്ക് ക്വിറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റെല്ലാരിയം ക്വിറ്റായി. അപ്പോൾ താങ്ക് യു, ടാറ്റ, ബൈ ബൈ.